മന്ത്രി, നമ്മുടെ ഈ കിരീടം മാറ്റാൻ ഞാൻ ആലോചിക്കുകയായിരുന്നു. പുതിയൊരെണ്ണം ഉണ്ടാക്കിയാലോ? എന്താണ് മന്ത്രിയുടെ അഭിപ്രായം? അങ്ങയുടെ ഇഷ്ടം പോലെ. നമ്മുടെ ഖജനാവിൽ തന്നെ അങ്ങ് ഉപയോഗിക്കാത്ത ഒരുപാട് കിരീടങ്ങൾ കിടപ്പുണ്ട്. പുതിയൊരെണ്ണം ഉണ്ടാക്കുന്നതിലും നല്ലത് അതിൽ നിന്ന് ഏതെങ്കിലും എടുത്ത് ഉപയോഗിക്കുന്നതല്ലേ? പുത്തൻ പണം ചിലവാകുകയുമില്ല. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്റെ മുത്തച്ഛന്മാരുടെ കാലത്ത് അമൂല്യമായ കോഹിനൂർ കല്ലുകൊണ്ട് നിർമ്മിച്ച ഒരു കിരീടമുണ്ട്. അത് ധരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ആരവിടെ? നമ്മുടെ ഖജനാവിലുള്ള കോഹിനൂർ കിരീടം എത്രയും പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ഹാജരാക്കുക. ഉത്തരവ് രാജൻ. പെട്ടെന്നാണ് ഭടന്മാർ ഒരു കാര്യം ശ്രദ്ധിച്ചത്. കോഹിനൂർ കിരീടം വെച്ച സ്ഥലത്ത് കിരീടം കാണാനില്ല. ദൈവമേ, നമ്മുടെ രാജാവിന്റെ വിലപിടിപ്പുള്ള കോഹിനൂർ കിരീടം കാണാനില്ല. എന്ത്? സൂക്ഷിച്ചു നോക്ക്, നിലത്തെവിടെങ്കിലും വീണ് കിടപ്പുണ്ടാവും. ഭടന്മാർ ആ ഖജനാവ് മുഴുവൻ അരിച്ചു പെറുക്കി, പക്ഷെ കിരീടം മാത്രം കണ്ടെത്താൻ കഴിഞ്ഞില്ല. എന്ത്? നമ്മുടെ കോഹിനൂർ കിരീടം കാണാനില്ലെന്നോ? നിങ്ങളൊക്കെ പിന്നെ എന്ത് കാവൽക്കാരാണ്? ആരവിടെ? മന്ത്രിയെ വിളിക്കൂ. മന്ത്രി, കാര്യങ്ങൾ അറിഞ്ഞു കാണുമല്ലോ. നമ്മളിപ്പോൾ എന്ത് ചെയ്യണം? പറയൂ. എനിക്ക് അത് എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടണം. പ്രഭു, കള്ളനെ ഞാൻ കണ്ടുപിടിക്കാം. കിരീടം കൊട്ടാരം വിട്ട് പുറത്തു പോയിട്ടില്ല, അതെനിക്ക് ഉറപ്പുണ്ട്. രാജാവിന്റെ കിരീടം മോഷ്ടിക്കാൻ ആർക്കാണ് ഇത്രയും ധൈര്യമുണ്ടായത്? പുതുതായി നിയമിച്ച ഭടന്മാരെ നമുക്ക് മുന്നിൽ ഹാജരാക്കാൻ പറയുക. മന്ത്രി, നമ്മുടെ കോഹിനൂർ കിരീടം കൊട്ടാരത്തിലെ ഭടന്മാർ മോഷ്ടിച്ചതാണെന്ന് നിങ്ങൾക്ക് ഉറപ്പാണോ? അതിനെന്തെങ്കിലും തെളിവോ സാക്ഷികളോ ഇല്ലാതെ എങ്ങനെ കണ്ടുപിടിക്കും? പ്രഭു, താങ്കളെപ്പോലെ ഞാനും നമ്മുടെ ഭടന്മാരെ വിശ്വസിക്കുന്നു. എന്നാൽ പുതുതായി നിയമിച്ച 4 ഭടന്മാരുണ്ട്. അവരെ പരിശോധിക്കാൻ എന്നെ അനുവദിക്കൂ. ശരി, നിങ്ങളെ ഞാൻ വിശ്വസിക്കുന്നു. ആരവിടെ? ആ 4 ഭടന്മാരോട് രാജകോടതിയിൽ ഹാജരാകാൻ പറയൂ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ രാജാവിന് ഏറ്റവും പ്രിയപ്പെട്ട കോഹിനൂർ കിരീടം ഖജനാവിൽ നിന്ന് മോഷ്ടിക്കപ്പെട്ടു എന്ന കാര്യം അറിഞ്ഞു കാണുമല്ലോ. അത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്തണം. കള്ളനെ കണ്ടെത്തുന്നതിന് നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്. ഇത് വെറും സാധാരണ മാമ്പഴങ്ങളല്ല. കൊട്ടാര തന്ത്രിമാർക്ക് കൊടുത്ത് മന്ത്രം ജപിച്ച പ്രത്യേകതയുള്ള 4 പച്ച മാമ്പഴങ്ങളാണ് ഇത്. മന്ത്രി, ഇത് സമ്മാനിക്കാനാണോ ഇവരെ ഇവിടെ വിളിച്ചു കൂട്ടിയത്? അല്ല അല്ല പ്രഭു, എന്റെ ചോദ്യം ഇതുവരെ പൂർത്തിയായിട്ടില്ല. എന്നെ അനുവദിച്ചാലും. ശരി ശരി, വേഗമാവട്ടെ. മന്ത്രി 4 ഭടന്മാർക്കും ഓരോ മാമ്പഴം വീതം ചുവന്ന തുണി കൊണ്ട് പൊതിഞ്ഞു നൽകി. എന്നിട്ട് പറഞ്ഞു, ഈ മാമ്പഴങ്ങൾ 2 ദിവസം നിങ്ങളുടെ പക്കൽ സൂക്ഷിക്കുക. സൂര്യപ്രകാശം ഏൽക്കരുത്. 3-ാം ദിവസം രാജസന്നിധിയിൽ ഈ മാമ്പഴം ഹാജരാക്കുക. 2 ദിവസത്തിന് ശേഷമോ? 2 ദിവസം കഴിഞ്ഞാൽ ഈ മാമ്പഴങ്ങൾക്ക് എന്ത് സംഭവിക്കും മന്ത്രി? പ്രഭു, അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ഇതൊരു സാധാരണ മാമ്പഴമല്ല, ഒരു മാന്ത്രിക മാമ്പഴമാണ്. ഈ മാമ്പഴത്തിന് മധുരമുള്ള, മണമുള്ള, സ്വർണ്ണ നിറത്തിൽ പഴുക്കാനുള്ള ശക്തിയുണ്ട്. പക്ഷേ നമ്മുടെ രാജാവിന്റെ പ്രിയപ്പെട്ട കിരീടം മോഷ്ടിച്ചവന്റെ മാമ്പഴം ഒരിക്കലും പഴുക്കില്ല. ഭടന്മാർ ഭയത്തോടെ പരസ്പരം നോക്കി. അങ്ങനെ ദിവസങ്ങൾ കടന്നുപോയി. 3-ാം ദിവസം ഭടന്മാരോട് മാമ്പഴങ്ങളുമായി വരാൻ ആജ്ഞാപിച്ചു. മാമ്പഴം എനിക്ക് കൈമാറൂ. ഭടന്മാർ മന്ത്രിക്ക് മാമ്പഴം നൽകി. മന്ത്രി ഓരോ മാമ്പഴക്കെട്ടുകളും അഴിച്ചു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. മാമ്പഴങ്ങളിൽ ഒന്നൊഴികെ ബാക്കിയെല്ലാം പച്ചയായിരുന്നു. ഒരു മാമ്പഴം മാത്രം സ്വർണ്ണ നിറത്തിൽ പാകമായിരുന്നു. പ്രഭു, അങ്ങയുടെ കിരീടം എടുത്തത് ഇവനാണ്. എന്ത്? അതെങ്ങനെ മനസ്സിലായി? വിശദീകരിച്ചാലും. പ്രഭു, ഇത് സാധാരണ മാമ്പഴങ്ങളാണ്. ഞാൻ ഒരു മന്ത്രവാദവും ഇതിൽ നടത്തിയിട്ടില്ല. അങ്ങയുടെ കിരീടം മോഷ്ടിച്ചവൻ ഭയന്നുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടി പച്ച മാമ്പഴത്തിന് പകരം പഴുത്ത മാമ്പഴം വെച്ചു. ബലേവേഷ്, ആരവിടെ? ഇവനിൽ നിന്നും കിരീടം കൈക്കലാക്കി ഈ കള്ളനെ എത്രയും വേഗം തുറങ്കിലടയ്ക്കൂ.
ലോകത്ത് ആരെന്ത് മറച്ചു പിടിക്കാൻ ശ്രമിച്ചാലും അവസാനം സത്യം പുറത്തു വരും. സത്യം മാത്രമേ വിജയിക്കൂ. സത്യമേവ ജയതേ. ഞാൻ ഫസ്റ്റ്. ഓ പതുക്കെ വന്നോ കുറുമ്പൻ. ഞങ്ങൾക്ക് മുമ്പേ മുത്തശ്ശീന്റെ കഥ കേൾക്കണം എന്ന് പറഞ്ഞ ഓടി വന്നതായി കുറുമ്പൻ. ഞാൻ പറഞ്ഞില്ല ഞാൻ ഫസ്റ്റ് ആവുന്ന്. മോൻ ഇന്ന് ആരുടെ കഥയാണ് കേൾക്കേണ്ടത്? എനിക്ക് മയിലിന്റെ കഥ കേൾക്കണം. എന്നാൽ ഇന്ന് ഒരു മുയലിന്റെ കഥ തന്നെ ആവട്ടെ. ഒരിടത്തൊരിടത്ത് ഒരു കാട്ടിൽ മിടുക്കിയായ ഒരു മുയൽ താമസിച്ചിരുന്നു. അവൾക്ക് ആ കാട്ടിൽ ഒരുപാട് കൂട്ടുകാരും ഉണ്ടായിരുന്നു. മറ്റു മുയൽ കുഞ്ഞുങ്ങളെല്ലാം മൊബൈലിൽ കളിച്ചും സിനിമ കണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഈ മുയൽക്കുട്ടി മാത്രം കാട്ടിലൂടെ കറങ്ങി നടന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവൾ ഫോൺ ഓഫ് ചെയ്ത് കാട്ടിലേക്ക് നടക്കാനിറങ്ങി. പഴങ്ങൾ പറിച്ചു കഴിച്ചും കാടിന്റെ ഭംഗി ആസ്വദിച്ചും അങ്ങനെ കറങ്ങി നടന്നു. പെട്ടെന്ന് അവളുടെ മുന്നിലൂടെ ഒരു ജീവി സ്പീഡിൽ പോയി. അവൾ ആകെ പേടിച്ച് വിറച്ച് കുറ്റിക്കാട്ടിൽ ഒളിച്ചു. അയ്യോ പാവം. എന്നിട്ട് അവൾ തളർന്നില്ല. നിങ്ങളെപ്പോലെ തന്നെ അവൾക്കും ആകാംക്ഷയായി എന്താണതെന്ന് കണ്ടുപിടിക്കാൻ. നിങ്ങൾക്ക് മനസ്സിലായോ അതെന്ത് ജീവിയാണെന്ന്? ഇല്ല മുത്തശ്ശി, എന്ത് ജീവിയത്? കടുവ? അല്ല. ബാക്കി പറ മുത്തശ്ശി. അതെന്ത് ജീവിയാണെന്നറിയാൻ അവൾ ഒരു സൂത്രം ഒപ്പിച്ചു. അവൾ അവളുടെ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് ഫോട്ടോ എടുക്കാൻ നോക്കി. പക്ഷെ ഫോണിൽ അതിന്റെ ഒരു പൊടി പോലും കണ്ടില്ല. പെട്ടെന്ന് അവളുടെ പുറകിൽ നിന്നൊരു ശബ്ദം. നീ ആരാണ്? എന്തിനാണ് എന്റെ ഫോട്ടോ എടുക്കുന്നത്? മുയൽ പേടിച്ചു തിരിഞ്ഞു നോക്കി. അപ്പോൾ അതാ സുന്ദരനായ ഒരു മാൻ നെഞ്ചും വിരിച്ചു നിൽക്കുന്നു. നമസ്കാരം ചേട്ടാ. ചേട്ടൻ എന്ത് വേഗത്തിലാണ് ഓടുന്നത്? ഇത്രയും വേഗത്തിൽ ഓടുന്ന ആളെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മറ്റുള്ളവരുടെ കഴിവുകളെ അഭിനന്ദിക്കണമെന്ന് മുയലിന്റെ അമ്മ അവൾക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. ആദ്യമായിട്ടാണ് ആരെങ്കിലും മാനിനെ അഭിനന്ദിക്കുന്നത്. മാനിനത് വളരെ സന്തോഷമായി. അവർ രണ്ടുപേരും കൂട്ടുകാരെ. അപ്പോൾ മുയൽ ചോദിച്ചു, ചേട്ടാ ചേട്ടാ ചേട്ടൻ എന്നെയും ഓടാൻ പഠിപ്പിക്കുമോ? അതിനെന്താ, പഠിപ്പിക്കാമല്ലോ. മാൻ മുയലിനെ വേഗത്തിൽ ഓടാൻ പഠിപ്പിച്ചു തുടങ്ങി. ആദ്യത്തെ പല ശ്രമങ്ങളിലും മുയൽ പരാജയപ്പെട്ടു. പലതിലും തട്ടി തടഞ്ഞു വീണു. മുയലിന് സങ്കടമായി. പക്ഷെ അവൾ തളർന്നില്ല. അങ്ങനെ അവസാനം മാനും മുയലും ഒപ്പത്തിനൊപ്പം എത്തി. അവർ പരസ്പരം ഒരു സെൽഫി എടുത്തു. മാനിനോട് യാത്ര പറഞ്ഞ് മുയൽ സ്വന്തം മാളത്തിലേക്ക് പുറപ്പെട്ടു. മാളത്തിലെത്തിയപ്പോൾ കൂട്ടുകാർ ചോദിച്ചു, നീ എവിടെ പോയതാ? നടന്നതെല്ലാം മുയൽ പറഞ്ഞു. അപ്പോൾ കൂട്ടുകാർ അവളെ കളിയാക്കി. അയ്യോ, മാനിനെ പോലെ നീ ഓടിയെന്നോ? പുളു അടിക്കാതെ അങ്ങനെയൊന്നും നമ്മൾ മുയലുകൾക്ക് ഓടാൻ കഴിയില്ല. അപ്പോൾ മുയൽ പറഞ്ഞു, എല്ലാവരിലും നിന്നും നമുക്ക് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ട്. കൂട്ടുകാർ വീണ്ടും കളിയാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഉവ്വ്, അവസാനം നിന്നെ തിരഞ്ഞ് ഞങ്ങൾ ഒരു ആംബുലൻസുമായി വരേണ്ടി വരും. അതൊന്നും കാര്യമാക്കാതെ മുയൽ പോയി സുഖമായി ഉറങ്ങി. അടുത്ത ദിവസം മുയൽ വീണ്ടും യാത്ര തുടർന്നു. തവണ അവൾ കണ്ടുമുട്ടിയതൊരു തവളയായിരുന്നു. തവളക്കുളത്തിൽ
ചാടി ചാടി പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ മുയൽ വിളിച്ചു പറഞ്ഞു. ഏയ് ചെങ്ങാതി, തവള കേട്ട ഭാവം പോലും കാണിച്ചില്ല. മുയൽ വീണ്ടും പറഞ്ഞു. നിങ്ങളെ പോലെ ഇത്രയും നല്ല ഒരു അഭ്യാസിയെ ഞാൻ വേറെ കണ്ടിട്ടില്ല. ഇത് കേട്ടപ്പോൾ തവളയ്ക്ക് സന്തോഷമായി. രണ്ട് വലിയ ചാട്ടം ചാടി തവള മുയലിന്റെ അടുത്തെത്തി. നീ ആരാണ്? ഇവിടെ എങ്ങും കണ്ടിട്ടില്ലല്ലോ. അങ്ങനെ അവർ പരിചയപ്പെട്ടു. തവള തന്റെ വീര കഥകൾ മുയലിനോട് പറഞ്ഞു. പാമ്പുകളെ പറ്റിച്ചു രക്ഷപ്പെട്ട കഥയും മുങ്ങാങ്കുഴി ഇട്ട് പോയതും അങ്ങനെ ഒരുപാട് കഥകൾ മുയലെല്ലാം കേട്ടിരുന്നു. അവസാനം മുയൽ ചോദിച്ചു, എന്നെയും പഠിപ്പിക്കാമോ ഇതെല്ലാം? തവള സന്തോഷത്തോടെ സമ്മതിച്ചു. അവൾ മുയലിനെ ചാട്ടം പഠിപ്പിക്കാൻ തുടങ്ങി. ആദ്യത്തെ പല ശ്രമങ്ങളിലും മുയൽ പരാജയപ്പെട്ടു. പലതിലും തട്ടിത്തടഞ്ഞ് വെള്ളത്തിലും വീണു. മുയലിന് സങ്കടമായി. പക്ഷെ അവൾ തളർന്നില്ല. അങ്ങനെ അവസാനം തവളയുടെ കൂടെ മുയലും ചാടി ചാടി ഒപ്പത്തിനൊപ്പം എത്തി. മാളത്തിലേക്ക് പോകും മുമ്പേ മുയൽ നല്ലൊരു ചാട്ടക്കാരിയായി മാറിയിരുന്നു. അവർ പരസ്പരം ഒരു സെൽഫി എടുത്തു. തവളയോട് നന്ദി പറഞ്ഞ് മുയൽ തന്റെ മാളത്തിലേക്ക് യാത്രയായി. അങ്ങനെ ഓരോ ദിവസവും മുയൽ ഓരോ കാര്യങ്ങൾ പഠിച്ചു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഒരു വേട്ടക്കാരൻ ആ കാട്ടിലെത്തി. ഒരുപാട് മൃഗങ്ങൾ വേട്ടക്കാരന്റെ കയ്യിൽ പെട്ടു. ഒടുവിൽ അയാൾ നമ്മുടെ മുയലും കൂട്ടുകാരും താമസിച്ചിരുന്ന മാളത്തിന്റെ അടുത്തും എത്തി. കൂട്ടുകാരെല്ലാം പരക്കം പാഞ്ഞു ഓടിയെങ്കിലും നമ്മുടെ മുയലിനൊരു സൂത്രം തോന്നി. അവൾ വേട്ടക്കാരന്റെ മുൻപിൽ ഞൊണ്ടി നടന്നു. വേട്ടക്കാരൻ വിചാരിച്ചു, ഓടാൻ വയ്യാത്തൊരു മുയൽ, ഇതിനെ വേഗം പിടിക്കാം. വേട്ടക്കാരൻ അടുത്തെത്തിയതും മുയൽ കുതിച്ചു പാഞ്ഞു. വേട്ടക്കാരൻ വാശിയായി. അയാൾ പുറകെ ഓടി. പക്ഷെ മാനിനെ പോലെ ഓടുന്ന മുയലിനെ പിടിക്കാനുണ്ടോ വേട്ടക്കാരന് പറ്റുന്നു? ഒടുവിൽ ഓടി ഒരു വലിയ കുളത്തിന്റെ തീരത്തെത്തി. വേട്ടക്കാരന് സന്തോഷമായി. ഇനി നീ എങ്ങനെ ഓടും? എനിക്കൊന്ന് കാണണമല്ലോ. മുയലിന്റെ ദേഹത്തേക്ക് വേട്ടക്കാരൻ ചാടി വീണു. മുയലാകട്ടെ കുളത്തിലേക്ക് എടുത്തു ചാടി ആമ്പലിന്റെ മുകളിൽ പോയിരുന്നു. വേട്ടക്കാരൻ പിറകെ ചാടി. മുയൽ ആമ്പൽ ഇലകളിന്മേൽ ചാടി ചാടി കരയിൽ പോയിരുന്നു. വേട്ടക്കാരൻ കുളത്തിലെ വെള്ളത്തിൽ വീണ് പിടഞ്ഞു. മുയലിന്റെ കൂട്ടുകാരനായ തവളയും ആ കുളത്തിലെ മീനുകളും ചേർന്ന് വേട്ടക്കാരനെ കടിച്ച് ശരിപ്പെടുത്തി. വേട്ടക്കാരൻ ജീവനും കൊണ്ടോടി. പിന്നീട് ഒരിക്കലും ആ വഴിക്ക് വന്നില്ല. എല്ലാവരെയും രക്ഷിച്ച മുയലിനെ ആ കാട്ടിലെ മുയലുകളുടെ നേതാവാക്കി. ആ മിടുക്കിയായ മുയൽ വീണ്ടും ഓരോന്ന് പഠിച്ചും മറ്റുള്ളവർക്ക് തനിക്ക് അറിയാവുന്നത് പറഞ്ഞുകൊടുത്തും കാട്ടിൽ ചുറ്റി നടന്നു. എല്ലാ മൃഗങ്ങളെയും കൂട്ടുകാരാക്കി. കുട്ടികളെ, കഥയിലെ മുയലിനെ പോലെ നമുക്കും മറ്റുള്ളവരിൽ നിന്നും ഒരുപാട് പഠിക്കാനുണ്ട്. ജീവിതത്തിൽ എന്നെങ്കിലും ഇതെല്ലാം ഉപകാരപ്പെടും, തീർച്ച. അപ്പോ ഇന്ന് തന്നെ തുടങ്ങുകയല്ലേ? അതെ മുത്തശ്ശി, ഞങ്ങൾ ഇന്നു മുതൽ തന്നെ തുടങ്ങും. എല്ലാം പഠിക്കും, കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. മിടുക്കി. ഇതൊന്നും വേണ്ട, ഇതൊക്കെ ഒരുപാട് വീട്ടിലില്ലേ. നല്ല മോനല്ലേ? എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം, എനിക്ക് വേണം. എന്താ പ്രശ്നം? ഇവൻ ഈ കാറ് വേണമെന്ന് പറഞ്ഞ് വെറുതെ വാശി പിടിക്കുക. ആ, വാങ്ങിച്ചു കൊടുത്തേക്ക്. ആൾക്കാരെ നോക്കുന്നു. അവന്റെ കരച്ചിൽ നിർത്താൻ നോക്ക്. നിങ്ങളാണ് ഇവനെ ഇങ്ങനെ വാശി പിടിക്കുമ്പോഴേക്ക് എല്ലാം വാങ്ങിക്കൊടുത്ത് വഷളാക്കുന്നത്. എന്നാൽ വാങ്ങിച്ചു കൊടുക്കാതെ അവന്റെ കരച്ചിൽ മാറ്റാൻ നോക്ക്. ഞാൻ കാറിൽ ഉണ്ടാവും. എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞാൽ വിളിച്ചാൽ മതി. ഞാൻ പോകുന്നു.
നോക്കൂ ടോമി, നിനക്ക് എത്രമാത്രം കളിപ്പാട്ടമാണ് അച്ഛൻ വാങ്ങി തന്നിട്ടുള്ളത്. അതും ആവശ്യത്തിലധികം. എന്തെല്ലാം തരത്തിൽ, എന്തെല്ലാം നിറത്തിൽ. ഈ ഫ്രൂട്ടോപ്പിയിലെ ഒരു കുട്ടികളുടെയും വീട്ടിലുണ്ടാവില്ല ഇത്രയധികം കളിപ്പാട്ടങ്ങൾ. ഇതെല്ലാം വെച്ച് കളിച്ചാ പോരെ നിനക്ക്? എന്തിനാ വെറുതെ ഡാഡിയെ കൊണ്ട് വീണ്ടും വീണ്ടും ഓരോന്ന് വാങ്ങിപ്പിക്കുന്നത്? അതത്ര നല്ല കാര്യമല്ല. വാ, മമ്മി ഒരു കാര്യം കാണിച്ചു തരാം. ടോമി, അത് കണ്ടോ? അവർ ഒരുപാട് ടോയ് വെച്ചല്ല കളിക്കുന്നത്, ഒരു പന്ത് വെച്ച് എല്ലാവരും കൂടിയാണ് കളിക്കുന്നത്. നിനക്ക് എന്തുകൊണ്ട് അവരോടൊപ്പം കളിച്ചുകൂടാ? അല്ലെങ്കിൽ അവരെ വീട്ടിൽ വിളിച്ചുകൂടാ? അതും അല്ലെങ്കിൽ നിന്റെ കളിപ്പാട്ടങ്ങളിൽ നിന്നും കുറച്ച് കളിപ്പാട്ടങ്ങൾ അവർക്ക് കൂടി കൊടുത്തുകൂടാ? നല്ലൊരു ഐഡിയ ആണ് മമ്മി. ഞാൻ ഇന്ന് തന്നെ അവരോടൊപ്പം ഒരുമിച്ച് കളിക്കും. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും വീട്ടിലേക്ക് വാ. എന്റെ വീട്ടിൽ ഒരുപാട് കളിപ്പാട്ടങ്ങളുണ്ട്. നമുക്ക് ഒരുമിച്ച് കളിക്കാം. ഇതെല്ലാം നിങ്ങൾക്ക് കൂടി ഉള്ളതാണ്. മടിക്കണ്ട, എടുത്തോളൂ. ഞാൻ ഇതുവരെ ഇത്രയും ടോയ്സ് എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. എവിടെ നിന്ന് കിട്ടിയതാ നിനക്ക് ഇതൊക്കെ? പല ലോട്ടറിയും അടിച്ചോ? എല്ലാം എനിക്ക് ഡാഡിയും മമ്മിയും വാങ്ങിച്ചു തന്നതാണ്. ഇനി മുതൽ എനിക്കുള്ളതെല്ലാം നിങ്ങൾക്കും ഉള്ളതാണ്. വാ, നമുക്ക് ഒരുമിച്ച് കളിക്കാം. താങ്ക് യു മമ്മി. മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതെന്താണ്? മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതാകാശം, കാണുന്നതാകാശം. മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതെന്താണ്? മുറ്റത്തിറങ്ങിയിട്ട് മേലോട്ടു നോക്കിയാൽ കാണുന്നതാകാശം, കാണുന്നതാകാശം. ആകാശത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണുന്നതെന്താണ്? ആകാശത്തേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ കാണുന്നതെന്താണ്? കാണുന്ന കാര്യങ്ങൾ പലതുണ്ട്, കണ്ണിനു കാണാത്തതേറെയുണ്ട്. കാണുന്ന കാര്യങ്ങൾ പലതുണ്ട്, കണ്ണിനു കാണാത്തതേറെയുണ്ട്. അങ്ങു കിഴക്ക് സൂര്യനുദിച്ചാൽ നേരം പുലരുമല്ലോ. മേലോട്ടു നോക്കിയാൽ അന്നേരം നല്ലൊരു സൂര്യനെ കാണാമല്ലോ, സൂര്യനെ കാണാമല്ലോ. മേഘങ്ങൾ ചിത്രം വരയ്ക്കുന്നൊരാകാശം കാണേണ്ട കാഴ്ചയല്ലേ? മഴമേഘം വന്നു കറുപ്പിച്ചൊരാകാശം കാണാനിരുട്ടുമല്ലേ? എഴുനിറത്തിൽ മഴവില്ല് അസ്തമിക്കുന്നൊരു ആകാശം, എഴുനിറത്തിൽ മഴവില്ല് അസ്തമിക്കുന്നൊരു ആകാശം. രാത്രിയിൽ നക്ഷത്രക്കൂട്ടമായി ചന്ദ്രൻ ചിരിക്കുന്ന നേരമായി. ചെറുതായി വലുതായി വട്ടത്തിൽ നീളത്തിൽ ചന്ദ്രനോ മാറി മാറി, ചന്ദ്രനോ മാറി മാറി. സൂര്യനും ചന്ദ്രനും നക്ഷത്രക്കൂട്ടവും മഴയും മഴമേഘവും മഴവില്ലു തെളിയുന്നൊരാകാശം. അങ്ങനെ കാഴ്ചകൾ എത്രയാണ്, കാഴ്ചകൾ എത്രയാണ്. മുറ്റത്തിറങ്ങിയിട്ട്
കാണുന്നതാകാശം